നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് MVVM ആർക്കിടെക്ചറാണ്. എസ്പെഷ്യലി ഇൻ ഫ്ലട്ടറാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഡിഫറെൻ്റ് ആർക്കിടെക്ചറിനെ പറ്റി. അത് നമ്മൾ എസ്പെഷ്യലി നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, അതായത് ഈ വീഡിയോ സീരീസിൽ നോക്കാൻ പോകുന്നത് MVVM ആർക്കിടെക്ചറാണ്. അപ്പോൾ MVVMനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ വൈ യൂസ് ആൻ ആർക്കിടെക്ചറൽ പാറ്റേൺ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇനി ആപ്ലിക്കേഷൻ ടൈം ബീങ് അത് എന്തായിരിക്കും, ഗ്രാജുവലി എന്തായിരിക്കും അത് അതിൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്കത് കോഡ് മാനേജ് ചെയ്യാൻ അത് ആ മാനേജ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മളൊരു ആർക്കിടെക്ചറൽ പാറ്റേൺ ഒന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ ചലഞ്ചിങ് വൺ. അപ്പോൾ വിത്തൗട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചറാണ് നമ്മൾ കോഡ് എഴുതുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ആർക്കിടെക്ചറൽ പാറ്റേൺസ് കടന്നു വരുന്നത്. എസ്പെഷ്യലി നമ്മൾ ദർ ആർ ഡിഫറെൻറ്റ് പാറ്റേൺസ്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MVVM ആണ്. അപ്പോൾ MVVM ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ സെപ്പറേഷൻ ഓഫ് കൺസേൺ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാം. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഡ് മോർ ഓർഗനൈസ്ഡ് ആവും, സ്കെയിലബിൾ ആവും, ദെൻ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ടെസ്റ്റബിൾ. അപ്പോൾ നമ്മൾ കോഡ് എഴുതുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഹോബിക്കായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനോ കോഡ് എഴുതുമ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വെറീഡ് അല്ല. പക്ഷെ നിങ്ങളൊരു എൻ്റർപ്രൈസ് ലെവൽ ആപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് ടെസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു ആർക്കിടെക്ചറൽ പാറ്റേണും ഇല്ലാണ്ട് നമ്മളുടെ UI-യും ഡിസൈനും നമ്മളുടെ ലോജിക്കും എല്ലാം കൂടി ക്ലബ് ചെയ്താണ് എഴുതുന്നതെങ്കിൽ ദാറ്റ് ഷുഡ് ബി വെരി ഡിഫിക്കൾട്ട് ടു ടെസ്റ്റ്. ആ കോഡ് എന്തായിരിക്കില്ല, ടെസ്റ്റബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ സെനാരിയോയിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കൊരു ആർക്കിടെക്ചറൽ പാറ്റേൺ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ആർക്കിടെക്ചറൽ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ obviously you can save some time and you can reduce your bugs. ഓക്കെ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളുടെ ആർക്കിടെക്ചറൽ പാറ്റേൺ ഉപയോഗിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ, your code should be more organized, scalable and testable, and which ultimately saves your time and it should reduce your bugs. Okay, so I hope you understand why we use an architectural pattern. Okay. ആൻഡ് ഇപ്പോൾ നമുക്ക് എന്താണ് ആർക്കിടെക്ചറൽ പാറ്റേണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ദെൻ നൗ യു ക്യാൻ ജമ്പ് ഇൻ ടു MVVM. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ എന്ന് നമ്മൾ നോക്കി. ഇനി നമുക്ക് പതിയെ നമ്മുടെ MVVM ആർക്കിടെക്ചറിലേക്ക് പോകും. അപ്പോൾ MVVM എന്നുള്ളത് ദിസ് ഈസ് വാട്ട് we are talking about. MVVM എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി മോഡൽ വ്യൂ മോഡൽ. Okay, this stands for MVVM stands for model view model. It is actually an architectural pattern that separates your presentation logic from your business logic. This is an important thing. Presentation logic from your business logic. ഓക്കെ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മളുടെ സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാം കൂടി അവിയൽ പോലെ എഴുതാണ്ട് നിങ്ങൾക്ക് യോർ പ്രസൻറ്റേഷൻ ലോജിക് സെപ്പറേറ്റ്ലി നമ്മളുടെ ബിസിനസ് ലോജിക്കിനെ അത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ദിസ് സെപ്പറേഷൻ ഹെൽപ്സ് ഇൻ മേക്കിംഗ് ദ കോഡ് ബേസ് മോർ മാനേജബിൾ ആൻഡ് ഈസിയർ ടു ടെസ്റ്റ്. നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും, മാനേജബിൾ കോഡ് ബേസ് ആയിരിക്കും, ദെൻ ഈസി ടു ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഈസി ടു ടെസ്റ്റ് കോഡ്. ഓക്കെ. ആൻഡ് ഒബ്വിയസ്ലി യു ക്യാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും, ഈസി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇതിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് MVVM ഉപയോഗിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ. നൗ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ MVVMനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. That means there are mainly three components like model,
then view model. These are the three components. അപ്പോൾ നമുക്ക് പറയാം MVMൽ എന്തുണ്ട്? You have three components. The first one is your model, then next is your view, then view model. Okay, these are the components. ആൻഡ് ഇനി നമുക്ക് എന്താണ് ഇതെന്ന് ഓരോന്നോരോന്നും എന്തായിരിക്കും മീൻ ചെയ്യുന്നത്, എന്തായിരിക്കും അതിലുണ്ടാവുക, അങ്ങനത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമുള്ളത് യു ഹാവ് മോഡൽ. ഓക്കെ, ദെൻ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡാറ്റ ആൻഡ് ദ ബിസിനസ് ലോജിക് ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് ഡാറ്റ ആൻഡ് ബിസിനസ് ലോജിക്. ഓക്കെ, ദെൻ ഇതായിരിക്കും എന്ത് നമ്മളുടെ ഡാറ്റ റിട്രീവൽ. ദാറ്റ് മീൻസ് നിങ്ങളുടെ API കോൾസ് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്, അത് ലോക്കൽ സ്റ്റോറേജ് എന്നാവാം, സ്റ്റോറേജ് വെദർ ഇറ്റ് ഈസ് ഫ്രം സെർവർ ഓർ ഇറ്റ് ഈസ് ഫ്രം എ ഡാറ്റാബേസ് ഓർ ഫ്രം എ ലോക്കൽ ക്യാഷ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഈ പറയുന്ന മോഡലായിരിക്കും. അപ്പോൾ മോഡലിൻ്റെ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ മോഡലിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നടക്കുന്നത് ഡാറ്റ റിട്രീവൽ ആണ്. ഡാറ്റ റിട്രീവൽ ആൻഡ് അത് എവിടെ നിന്നൊക്കെ ആവാം, മേ ബി ഒരു സെർവറിൽ നിന്നും ആവാം. ദാറ്റ് മീൻസ് യുവർ APIs ആവാം, യുവർ ഡാറ്റാബേസ് ആവാം, ഓർ യു ക്യാൻ ഹാവ് ഇറ്റ് ഈസ് ഫ്രം യുവർ ക്യാഷ്. ഓക്കെ, ആൻഡ് ഇത് എല്ലാം ഹാപ്പൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരം കോഡുകളൊക്കെ നമ്മൾ എഴുതുന്നത് എവിടെയായിരിക്കും? ഇൻസൈഡ് യുവർ മോഡൽ ഫോൾഡർ. ദെൻ ദ മോഡൽ ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ദ UI. അതായത് ഈ മോഡല് ഒരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി ആയിരിക്കും. ഇറ്റ് വോണ്ട് നോ നത്തിങ് അബൌട്ട് UI, അല്ലെങ്കിൽ UI കുറിച്ച് എന്തില്ല, എന്തറിയണ്ടാവില്ല. doesn't know about the UI. That means how you are presenting this data. നിങ്ങൾ ഈ റിട്രീവ് ചെയ്ത ഡാറ്റ, ഇവിടുന്ന് നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ അത് സെർവറിൽ നിന്നോ ഡാറ്റാബേസിൽ നിന്നോ ക്യാഷിൽ നിന്നോ നമ്മൾ ഡാറ്റ റിട്രീവ് ചെയ്യുന്നു. പക്ഷെ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും വെറീഡല്ല. ദിസ് മോഡൽ എന്തല്ല, അതിന് അത്തരം കൺസേൺസ് ഒന്നുമില്ല. അപ്പോൾ ഇത് ഇറ്റ്സ് ഓൺലി ഫോക്കസസ് ഓൺ ഡാറ്റ ലോജിക്. എന്തായിരിക്കും ഇതിൻ്റെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഓൺലി ഫോക്കസിങ് ഓൺ യുവർ ബിസിനസ് ലോജിക്കിലായിരിക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ടോ, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആ ലോജിക്കിൽ നിങ്ങൾക്ക് റിട്രീവ് ചെയ്ത ഡാറ്റയോ അല്ലെങ്കിൽ ഇത് ലോജിക്ക് ഉപയോഗിച്ച് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റയോ അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് എന്തല്ല, മോഡലിൽ അത്തരം കൺസേൺസ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോർ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യുവർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് യുവർ കോർ ഫങ്ഷനാലിറ്റി is independent of the UI. Spelling mistake ഉണ്ട്, independent of the UI. Okay, and this is what model is all about. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മോഡൽ എന്ന് പറയുന്നത് മോഡലിനകത്തായിരിക്കും എന്തുണ്ടാവുക, your data and the business logic, especially your retrieval logic, maybe from server or database or from cache. And model doesn't know nothing about the UI, or it contains only the business logic. And the advantage is your core functionality is independent of the UI, and that's what all about model. Okay, and next component എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് വ്യൂ ആണ്. ഓക്കെ, നമുക്കറിയാം വ്യൂ എന്ന് പറയുന്നത് വ്യൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡിസ്പ്ലേയിങ് ദ ഡാറ്റ ടു ദ യൂസർ. ദാറ്റ് മീൻസ് വ്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ സ്ക്രീൻസ് അല്ലെങ്കിൽ UI ആണ് എന്ത് വ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിലെന്തായിരിക്കും ഉണ്ടാവുക, ഡിസ്പ്ലേയിങ് ദ ഡാറ്റ ടു ദ യൂസർ. ഓക്കെ, ദെൻ നമ്മൾ ഫ്ലട്ടറിൻ്റെ കേസിൽ എടുത്താൽ വ്യൂ ഈസ് ക്രിയേറ്റഡ് യൂസിങ് വിഡ്ജറ്റ്സ്. ഫ്ലട്ടർ ആണെങ്കിൽ എന്തായിരിക്കും, ഈ വിഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ടു ക്രിയേറ്റ് ദ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. ദെൻ അപ്പോൾ വ്യൂ ഡിഫൈൻസ് എന്തായിരിക്കും, നമ്മളുടെ വിഷ്വൽ സ്ട്രക്ചർ ആയിരിക്കും എന്ത്, അല്ലെങ്കിൽ ലേ ഔട്ട് ഓഫ് ദ ആപ്പ് ആണ് എന്ത് വ്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി യുവർ വിഷ്വൽ സ്ട്രക്ചർ ഓർ ദ ലേ ഔട്ട് ഓർ ദി ആപ്പ് ലേ ഔട്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മോഡൽ എഴുതി ഡാറ്റ റിട്രീവ് ചെയ്യുന്നുണ്ട്. ദെൻ യു നീഡ് ടു ഷോ ദാറ്റ് ഡാറ്റ ടു ദ യൂസർ.
അപ്പോൾ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഇവിടെയാണ് നമ്മളുടെ എന്ത് വരുന്നത്? വ്യൂ മോഡൽ ഇവിടെ ഈ പിക്ചറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മോഡലും വ്യൂവും തമ്മിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ വ്യൂ ഓൾവേസ് ലിസൺ ടു ദ ചേഞ്ചസ് ആൻഡ് അപ്ഡേറ്റ്സ് ഹാപ്പനിങ് to the model or happening to the business logic through your view model. അപ്പോൾ വ്യൂ മോഡൽ ആയിരിക്കും എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? അപ്പോൾ വ്യൂ എന്ന് പറയുന്നത് വ്യൂ മോഡൽ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ മോഡലുമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാം, ദ വ്യൂ ലിസൺ ടു ദ ചേഞ്ചസ് ഇൻ ദ വ്യൂ മോഡൽ ആൻഡ് അപ്ഡേറ്റ്സ് ദ യു ഐ അക്കോർഡിംഗ്ലി. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടായിരിക്കില്ല, പക്ഷെ ഈ വ്യൂ മോഡലിനകത്ത് അല്ലെങ്കിൽ വ്യൂവിനകത്ത് എന്തുണ്ടായിരിക്കില്ല, ഇറ്റ് വോണ്ട് കണ്ടെയ്ൻ എ ബിസിനസ് ലോജിക് എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് എവിടെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, മോഡലിലായിരിക്കും. ആ വ്യൂ മോഡലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ബ്രിഡ്ജ് പോലെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരായിരിക്കും, ഈ വ്യൂ മോഡലായിരിക്കും. ദാറ്റ് മീൻസ് വ്യൂ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, മോഡലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ എന്തിനുള്ളതാണ്? ഇറ്റ് ഈസ് ഫോർ ഡിസ്പ്ലേയിങ് ദ ഡാറ്റ ടു ദ യൂസർ ആൻഡ് എസ്പെഷ്യലി ഇൻ ഫ്ലട്ടർ വിഡ്ജറ്റ്സ് ആർ യൂസ് ടു ക്രിയേറ്റ് ദ വിഷ്വൽ സ്ട്രക്ചർ ഓഫ് ദ ആപ്പ്. അതല്ലെങ്കിൽ ആപ്പിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് വിഡ്ജറ്റ്സ്. ഓക്കെ, ആൻഡ് ദ വ്യൂ ഓൾവേസ് ലിസൺസ് ടു ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ മോഡൽ ത്രൂ വ്യൂ മോഡൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ചേഞ്ചസ് എന്ത് ചെയ്യുന്നത്, ലിസൺ ചെയ്യുന്നത്. ആൻഡ് ഇഫ് ദർ ഈസ് എനി ചേഞ്ചസ് വ്യൂ ദ യു ഐ ഗെറ്റ്സ് അപ്ഡേറ്റഡ് അക്കോർഡിംഗ്ലി. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെന്റ്, അതല്ലെങ്കിൽ അത്തരം പ്രൊവൈഡർ പോലെ അല്ലെങ്കിൽ ബ്ലോക്ക് പോലത്തെ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഒക്കെ അവിടെ ആ പിക്ചറിലേക്ക് വരും. ഓക്കെ, സോ അത് നമ്മൾ ഗ്രാജുവലി പറയാം. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ള കമ്പോണന്റ്, ദ തേർഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ വ്യൂ മോഡൽ. ഓക്കെ, അപ്പോൾ വ്യൂ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട്സ് ആറ്റ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ മോഡൽ ആൻഡ് ദ വ്യൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് എ കണക്ടിങ് ലിങ്ക്, അതല്ലെങ്കിൽ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ വ്യൂ ആൻഡ് ദി മോഡൽ. ഓക്കെ, ദെൻ അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് റിട്രീവ്സ് ഡാറ്റ ഫ്രം ദ മോഡൽ ആൻഡ് പ്രിപ്പയറിംഗ് ഇറ്റ് ഫോർ ഡിസ്പ്ലേയിങ് ഇൻ ദ വ്യൂ. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ വ്യൂ മോഡലാണ് എന്ത് ചെയ്യുന്നത്, വ്യൂ മോഡൽ ഈസ് ആക്ച്വലി ഈസ് റിട്രീവിങ് retrieving the data from the model and എന്ത് ചെയ്യും, അത് ആർക്ക് കൊടുക്കുന്നത്, വ്യൂ, ആൻഡ് passes that to the view. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കണ്ട, ഞാൻ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പോസ് വരുന്നുണ്ട്. റിട്രീവ്സ് ആൻഡ് ഇറ്റ് പാസസ് ടു ദി. ഓക്കെ, ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദി സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, ദെൻ ഇനി എന്തായിരിക്കും, അപ്പോൾ വ്യൂ മോഡൽ എന്ത് ചെയ്യും, യൂസർ ഇൻപുട്ട് ഹാൻഡിൽസ് യൂസർ ഇൻപുട്ട് ഫ്രം ദ വ്യൂ ആൻഡ് അപ്ഡേറ്റ്സ് എ മോഡൽ ആസ് നെസസറി. അപ്പോൾ എന്തായിരിക്കും വ്യൂ മോഡൽ എപ്പോഴും എന്തായിരിക്കും, മോഡലിന് വേണ്ടിയുള്ള ഡാറ്റ സപ്ലൈ ചെയ്യുന്നത്, വ്യൂവിൽ നിന്നും ഡാറ്റ എടുത്ത് മോഡലിന് സപ്ലൈ ചെയ്യുന്നതും ആയിരിക്കും ഈ വ്യൂ മോഡലായിരിക്കും. മോഡലിൽ നിന്നും വരുന്ന ഡാറ്റ എടുത്തിട്ട് വ്യൂവിലേക്ക് കൊണ്ടുവരുന്നതും ആരായിരിക്കും, വ്യൂ മോഡലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ദ ബിസിനസ് ലോജിക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യു ഐയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വ്യൂ മോഡൽ ആക്ച്വലി എന്തായിരിക്കും, വ്യൂ മോഡൽ മേക്സ് എ കോഡ് മോർ മെയിൻറ്റൈനബിൾ ആൻഡ് ടെസ്റ്റബിൾ. അപ്പോൾ വ്യൂ മോഡലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ആക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മൊത്തത്തിൽ ഒന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നോക്കി, എന്താണ് MVVM എന്ന് നോക്കി. MVVM എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർക്കിടെക്ചറൽ പാറ്റേൺ ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മോഡൽ, വ്യൂ മോഡൽ ആൻഡ് ദ സെപ്പറേഷൻ ഓഫ് കൺസേൺ. ദാറ്റ് മീൻസ് പ്രസന്റേഷൻ ലോജിക്കിനെ നിങ്ങൾക്ക് ബിസിനസ് ലോജിക്ക് എന്ന് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാനേജബിൾ കോഡ് ബേസ് ആവും, ഈസി ടു ടെസ്റ്റ് കോഡാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. ആൻഡ് MVVMൽ മെയിൻ ആയിട്ടും 3 കമ്പോണൻസ് ആണുള്ളത്, മോഡൽ, വ്യൂ മോഡൽ. ആൻഡ് മോഡൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ യുവർ data and business logic. That means data retrieval from server, database, cache, wherever happen ചെയ്യുന്ന എവിടെയായിരിക്കും, മോഡലിനകത്തായിരിക്കും. Then model doesn't know nothing about the UI
then it solely contains a business logic and the core functionality. That means your core functionality is independent of the UI. And in its second component എടുത്താൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ it is responsible for displaying the data to the user, അല്ലെങ്കിൽ presentation എന്ന് പറയും. Presentation happen ചെയ്യുന്ന എവിടെയായിരിക്കും? വ്യൂവിലായിരിക്കും. Then in ഫ്ലട്ടറിന്റെ കേസ് എടുത്താൽ widgets are used to create that view. That means a visual structure അല്ലെങ്കിൽ ആപ്പിന്റെ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിഡ്ജറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഫ്ലട്ടറിൽ ഉപയോഗിക്കുന്നത്. ഇനി വ്യൂ ഒരിക്കലും മോഡലുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അവിടെയാണ് വ്യൂ മോഡൽ വരുന്നത്. വ്യൂ മോഡൽ ആക്ട് ആസ് എൻ ഇന്റർമീഡിയറി ഓർ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ വ്യൂ ആൻഡ് ദ മോഡൽ. അപ്പോൾ വ്യൂ മോഡൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇറ്റ് റിട്രീവ്സ് ദ ഡാറ്റ ഫ്രം ദ മോഡൽ ആൻഡ് പാസസ് ഓർ പ്രിപ്പയർസ് ദ ഡാറ്റ ടു ബി പ്രസന്റഡ് ഓൺ യുവർ വ്യൂ. ഓക്കെ, ആൻഡ് വ്യൂ മോഡൽ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇനി വ്യൂ മോഡൽ യു ഐയിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ വ്യൂവിൽ നിന്നും വരുന്ന യൂസർ ഇൻപുട്ട് അതല്ലെങ്കിൽ അത്തരം ഡാറ്റ മോഡലിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മൾ റിട്രീവ് ചെയ്ത ഡാറ്റ തിരിച്ച് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ത്രൂ ദിസ് വ്യൂ മോഡലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യൂ മോഡൽ അതിൻ്റെ ഇടയ്ക്കുള്ളതുകൊണ്ട് യു ക്യാൻ സെപ്പറേറ്റ് യുവർ ബിസിനസ് ലോജിക് ആൻഡ് യുവർ യു ഐ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ MVVMന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എന്താണ് MVVM എന്നും എന്താണ് ആർക്കിടെക്ചറൽ പാറ്റേണിന്റെ അഡ്വാൻറ്റേജ് എന്നും എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നമ്മളുടെ ഒരു MVVMന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ വിൽ അപ്ലോഡ് ദിസ് വീഡിയോ ആൻഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് കമൻറ്റ് ഇഫ് യു റിയലി വാണ്ട് ടു കണ്ടിന്യൂ ദിസ് സീരീസ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി സീരീസ്, ഇതിൻ്റെ ഒരു ആപ്പ് ചെയ്യുന്നത്, API വെച്ച് ചെയ്യുന്നത്, പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു ഗൈസ് ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു ലേൺ MVVM. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ.